വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കിന് തുടക്കം കുറിക്കുകയാണ്. അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ടാക്സിൻ്റെ ബേസിക്സ്, അതുപോലെ 5 ഹെഡുകളെ കുറിച്ചിട്ടും സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ്, ക്ലബിങ്, ഡിഡക്ഷൻസ്, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിതിന് മുന്നേ ചെയ്തതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ എന്നാണ്. അതാണ് അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ ഇൻകം മാത്രമേ കണ്ടുവച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് പേഴ്സണിലെ ഓരോ കാറ്റഗറീസിലെയും പെട്ട വിഭാഗത്തിൻ്റെ അസസ്മെൻ്റാണ്. ഇപ്പോൾ HUF ടാക്സ് ലയബിലിറ്റി ഇങ്ങനെ കാണാം, കമ്പനി, പാർട്ണർഷിപ്പ് ഫേം, ഇത്തരത്തിൽ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. പേഴ്സൺ എന്ന കാറ്റഗറിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, മേ ബി എ കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഇതൊക്കെ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോയിലായിട്ട് നമ്മൾ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ പേഴ്സൺ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിൻ്റെ അസസ്മെൻ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിൽ ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും, ആരെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ തന്നെ അതിൽ പെടുന്ന ആളുകളാണ്. മേ ബി മെയിൽ ഓർ ഫീമെയിൽ, മൈനർ ഓർ മേജർ ആവാം. അപ്പോൾ ടാക്സിൻ്റെ ഒരു പരിധിയിൽ മൈനർ എന്നോ മേജർ എന്ന് പറയുന്ന കാറ്റഗറി ഒന്നുമില്ല. എല്ലാവരെയും ടാക്സിൻ്റെ പരിധിയിൽ വരുത്തും. എന്നാൽ മൈനർക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ പാരൻസിലേക്ക് ക്ലബ്ബ് ചെയ്യുകയാണ് ചെയ്യുക. 18 വയസ്സ് പൂർത്തിയാകാത്ത അവരെയാണ് നമ്മൾ മൈനറായിട്ട് പറയുന്നത്, സാധാ പോലെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ സെയിൻ ഓർ ഇൻസെയിൻ, ബുദ്ധി സ്ഥിരത ഉള്ളവരും അല്ലാത്തവരും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവരും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഗണത്തിൽ പെടും എന്നാണ് പറയുന്നത്. യെസ്, ഇനി ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിലേക്ക് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ സാധാരണയായിട്ട് പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ്. 5 ഹെഡിലെ ഇൻകം നമ്മൾ പരിഗണിക്കും. 5 ഹെഡ്സ് ഇൻകം നമുക്കറിയാം. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ദീസ് ആർ ദി 5 ഹെഡ്സ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇൻകമൊക്കെ നമ്മൾ പരിഗണിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരാം. ഫോർ എക്സാമ്പിൾ, ഒരു HUF മെമ്പർ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ഏണിങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കും, അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആസ് എ മെമ്പർ ഓഫ് HUF ദാറ്റ് വിൽ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ടോട്ടൽ ഇൻകം. ബിക്കോസ് HUF എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ HUF ടാക്സ് അടയ്ക്കാത്ത പേഴ്സണൽ ഏണിങ്സ് വല്ലതും ഇദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഇദ്ദേഹം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകത്തിലേക്ക് അത് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ ആസ് എ മെമ്പർ ഓഫ് AOP ഓർ BOI, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണൊക്കെ നിലവിൽ മാക്സിമം മാർജിനൽ റേറ്റ് MMR ഓക്കെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ബാധകമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ AOP നിന്നോ BOI നിന്നോ കിട്ടുന്ന എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതിന് ഈ മെമ്പർ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലബ്ബഡ് ഇൻകം, ക്ലബിംഗ് പ്രൊവിഷനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം.
ക്ലബ്ബിഡ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്താണ് നമ്മുടെ മൈനേഴ്സിൻ്റെ ഇൻകൊക്കെ നമ്മളുടെയിലേക്ക് ചിലപ്പം ക്ലബ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ജീവിത പങ്കാളി സ്പൗസ്, അപ്പോൾ സ്പൗസ് ആവാം. അതുപോലെ തന്നെ മൈനറുടെ ഇൻകം, പിന്നെ അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു എന്താണ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകം നമ്മളെന്താണ് ട്രാൻസ്ഫർ ചെയ്യാണ്, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇൻകം ട്രാൻസ്ഫേർഡ് വിതൗട്ട് ട്രാൻസ്ഫറിങ് ദി പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാതെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ട്രാൻസ്ഫറർ എന്ന നിലയ്ക്ക് നമ്മളിലേക്ക് തന്നെ വരും. അതൊക്കെ ക്ലബിംഗ് പ്രൊവിഷനിൽ നമ്മൾ വ്യക്തമാക്കി പറഞ്ഞതാണ്. അതൊന്നും എടുത്തു വയ്ക്കുക, അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദി ഇൻകം. ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വരുമാനങ്ങളൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ടാക്സിന് പരിഗണിക്കും. അതാണ് ടാക്സബിൾ ഇൻകം എന്ന നിലയ്ക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. ഓക്കെ, നമുക്ക് റേറ്റുകൾ 2020-21 HUF, AOP, BOI, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ഇൻഡിവിജ്വൽ, ഇവരുടെ എല്ലാം റേറ്റ് കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണെങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മൾ 59 വയസ്സ് വരെ ആയ ആളുകളാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. 60 മുതൽ 79 വയസ്സ് വരെയുള്ള നമ്മൾ സീനിയർ സിറ്റിസൺ എന്നും 80 അതിൻ്റെ മേലേക്കും പോയ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നാണ് പറയാം അല്ലേ. നിലവിലിപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2.5 ലക്ഷം വരെ നമുക്ക് എന്താണ് ടാക്സ് അടയ്ക്കേണ്ട. അടുത്ത 2.5 ലക്ഷത്തിന് 5%, നെക്സ്റ്റ് 5 ലാഖിന് 20%, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്കൊക്കെ പോകുന്നതാണ് 30%. അപ്പോൾ ഈ 30%-നെ നമ്മൾ MMR എന്നൊക്കെ പറഞ്ഞത് അല്ലേ. MMR മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ സീനിയർ സിറ്റീസിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് 3 ലാഖ് നില്ലാണ്. ഓൺ നെക്സ്റ്റ് 2 ലാഖ് 5%, നെക്സ്റ്റ് 5 ലാഖ് 20%, ബാലൻസ് 30%. സൂപ്പർ സീനിയർ സിറ്റിസൺ അപ് ടു 5 ലാഖ് നില്ല്, ഇവർക്ക് പിന്നെ ഈ 5% പറയുന്ന ഒരു കാറ്റഗറിയിൽ വരില്ല. ഓൺ നെക്സ്റ്റ് 5 ലാഖ് 20%, ബാലൻസ് എമൗണ്ട് 30. സോ നമുക്കിത് തന്നെ വ്യക്തമാണ്. ഈ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം 30 ആണ്. ഇതിൻ്റെ മേലേക്ക് ഇതിൻ്റെ ടാക്സിൻ്റെ ഒരു പരിധി പോകുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മാക്സിമം മാർജിനൽ റേറ്റ് MMR എന്ന് പറയുന്നത്. ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അതാണ് MMR എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഈ വർഷം പുതിയതായിട്ട് മറ്റൊരു റേറ്റും കൂടി തന്നിട്ടുണ്ട്. അത് ലോ റേറ്റ് ആണ്, ലോ ടാക്സ് റേറ്റ്. അപ്പോൾ ഈ ലോ ടാക്സ് റേറ്റിൻ്റെ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 115BAC. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും ഒന്നും ഉണ്ടാവില്ല. എത്രയാണോ ഇൻകം അതിൻ്റെ പുറത്താണ് ടാക്സ് ലയബിലിറ്റി കാണാനേ പറ്റുള്ളൂ. അതിന് എന്താണ് നിങ്ങൾക്ക് കുറയ്ക്കാനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് ബെറ്റർ വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനെ ന്യൂ ടാക്സ് റീജിം എന്നാണ് പറയുക, അതായത് പുതിയ ടാക്സിൻ്റെ രീതി. അപ്പോൾ ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ റേറ്റ് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ആദ്യത്തെ 2.5 ലക്ഷത്തിന് നില്ല്, അടുത്ത 2 ലക്ഷത്തിന് 5%, പിന്നെ 10%, പിന്നെ 15%, ദെൻ 20%, പിന്നെ 25%, ദെൻ ബാലൻസ് പോർഷന് 30%. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഓർമ്മിച്ച് എടുക്കാൻ വളരെ സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, 2 2 5, 5 2 7, 7 2 10, 10 12, അത് 12.5, പിന്നെ 15. അപ്പോൾ 15 ലക്ഷം വരെയുള്ള കാര്യങ്ങളെയാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, ബാക്കി അതിൻ്റെ മുകളിൽ പോയതൊക്കെ എന്താണ് 30%. ഓക്കെ, ഇനി ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റേറ്റുകൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു സംവിധാനം, അത് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊക്കെ നോട്ട് ചെയ്യുക, ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. റേറ്റ് ആയതുകൊണ്ട് ഒരുമിച്ച് പറയാനുള്ളൂ. 20% ആണ്, അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ സംവിധാനം, അതിൽ തന്നെ ബ്രാക്കറ്റിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് 15% കാൽക്കുലേറ്റ് ചെയ്യണം.
കാഷ്വൽ ഇൻകത്തിന് കോമൺ ആയിട്ട് 30% നമ്മൾ ചാർജ് ചെയ്യുക. കാഷ്വൽ ഇൻകം എന്താണെന്നുള്ളതൊക്കെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്നിങ് ഫ്രം ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ റിബേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. റിബേറ്റ് അതൊരു എക്സ്ട്രാ കിഴിവാണ്. അത് അണ്ടർ സെക്ഷൻ 87A പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെ ഉള്ളൂ എങ്കിൽ, അതിന് മേലെ പോകാൻ പാടില്ല കേട്ടോ. 5 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 12,500 രൂപ നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് അവകാശമാണ്? അണ്ടർ സെക്ഷൻ 87A പ്രകാരം ടാക്സ് അതോറിറ്റി നൽകുന്നതാണ്. പക്ഷേ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത് റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് മാത്രമേ ഈ അവകാശം കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിടുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിലേക്ക് വരാം. പിന്നെ ഉള്ളത് സർചാർജ്. സർചാർജ് എന്ന് പറയുന്നത് അഡീഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് എന്നാണ്. അതായത് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ചില ആളുകൾക്ക് നമ്മളെന്താണ് ടാക്സ് ഏർപ്പെടുത്തും. അത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആളുകൾ, ഇപ്പോൾ 1 കോടിക്ക് മേലൊക്കെ വാർഷിക വരുമാനമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡബിൾ ടാക്സ് ആണ്. ഓക്കെ, അതായത് ടാക്സിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനെയാണ് സർചാർജ്. അപ്പോൾ വാട്ട് ഈസ് സർചാർജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ അഡീഷണൽ ടാക്സ് എന്ന് പറയാം. അപ്പോൾ സർചാർജിൻ്റെ ഒരു റേറ്റ്, അതിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലാബ് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ടോട്ടൽ ഇൻകം, കഴിഞ്ഞ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, അതായത് 1 കോടി വരെയാണ്, 50 ലക്ഷത്തിന് മുകളിൽ പോയിട്ട് 1 കോടി വരെയാണെങ്കിൽ 10% എന്ത് ചെയ്യണം? സർചാർജ് അടയ്ക്കണം. ഓക്കെ, ദെൻ 1 കോടി മുതൽ 2 കോടി വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 15% സർചാർജ് അടയ്ക്കണം. അത് 2 കോടി മുതൽ 5 കോടി വരെയാണെങ്കിൽ 25% സർചാർജ് വരും. ദെൻ 5 കോടീൻ്റെ മുകളിലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റീൻ്റെ 37% അഡീഷണൽ ആയിട്ട് വീണ്ടും ടാക്സ് കാണണം. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് കാൽക്കുലേഷനിലൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സർചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ടാക്സിൻ്റെ ഒരു പങ്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. അത് 4%. ഇത് നിർബന്ധമായിട്ടും എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ സീനിയോറിറ്റി വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളില്ല. എല്ലാ ടാക്സ് പേയേഴ്സിനും എന്തുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 4% എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് കാണണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൗ വിൽ ഫൈൻഡ് ഔട്ട് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻക്ലൂഡിങ് അഗ്രിഗേറ്റ് ഇൻകം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിൽ അഗ്രികൾച്ചർ ഇൻകം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ PG ക്ലാസ്സുകളിലൊക്കെ എക്സാമിന് അഗ്രികൾച്ചർ ഇൻകം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അഗ്രികൾച്ചർ ഇൻകം ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമുക്ക് കണക്കിൽ വെച്ചത് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഗ്രിഗേറ്റ് ഇൻകം കാണുക എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചർ ഇൻകമാണ്. ടോട്ടൽ ഇൻകം നമ്മൾ ഓൾറെഡി കണ്ടുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 ഹെഡൊക്കെ കൂട്ടി സെറ്റപ്പ് ആക്കി വെച്ചതാണ് അല്ലേ. അതാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ അതിലേക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അതാണ് അഗ്രിഗേറ്റ് ഇൻകം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴെ പറയുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് ഇനി ടാക്സ് ലയബിലിറ്റി കാണാം. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇതിലുണ്ടോ നോക്കണം. അതിനുണ്ടെങ്കിൽ അതിന് 20% സെപ്പറേറ്റ് ടാക്സ് ഇടണം. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് അത് STT പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് കൊടുത്തിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് 50% ഇടണം. ദെൻ കാഷ്വൽ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് 30% കാണണം. അപ്പോൾ അത്രയും സെപ്പറേറ്റ് അവിടെ കണ്ടുവെക്കണം. ഇവിടെ എന്താണ് ആഫ്റ്റർ ക്വാളിറ്റിക്ക് നമുക്ക് കിട്ടും. ദെൻ ബാക്കി വരുന്ന ബാലൻസ് എമൗണ്ടിന് നമ്മൾ നോർമൽ സ്ലാബ് റേറ്റിൽ നമ്മൾ ചെയ്യണം. ഓക്കെ,
നോർമൽ സ്ലാബ് റേറ്റ് നമുക്കറിയാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് ഇൻഡിവിജ്വൽ ആണോ, സീനിയർ സിറ്റിസൺ ആണോ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ 2.5 ലക്ഷത്തിന് നില്ല്, 3 ലക്ഷത്തിന് നില്ല്, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് നില്ല്, ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ അതിൽ നിന്ന് നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് കുറയ്ക്കണം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് നമ്മൾ സെപ്പറേറ്റ് കാണണം. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ഒരു 10,000 ആണെങ്കിൽ അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, 2.5 ലക്ഷം, അതാണ് ബേസിക് നമ്മളെ സ്ലാബ് റേറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. ഇനി അതല്ല അതൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബേസിക് റേറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷമാണ്, അപ് ടു 3 ലാഖിനില്ലാണ്. അപ്പോൾ ആ 3 ലാഖ് ആഡ് ചെയ്യണം. അതല്ല സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 ലക്ഷം. സോ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഗ്രികൾച്ചർ ഇൻകത്തോടു കൂടി എന്തും കൂടി ആഡ് ചെയ്യണം, ആ ബേസിക് സ്ലാബ് റേറ്റ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം. അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെന്താണ് ഇനി കണക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ വരാൻ സാധ്യതയുള്ള മറ്റൊന്ന് റിബേറ്റാണ്. നമ്മൾ പറഞ്ഞു റിബേറ്റ് എന്താണെന്ന്. ആ റിബേറ്റ് ചിലപ്പോൾ ഉണ്ടാവാം. റിബേറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇവിടെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. 12,500 മാക്സിമം ഉണ്ടാവുള്ളൂ. ഇനി സർചാർജ് ഉണ്ടെങ്കിൽ, റിബേറ്റും സർചാർജും ഒരിക്കലും ഒപ്പം വല്ലതെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ സർചാർജ് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട ഒരു പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, അതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ റിബേറ്റ് ആണെങ്കിൽ എസ് ചെയ്യും, സർചാർജ് ആണെങ്കിൽ ആഡ് ചെയ്യും. ഓക്കെ, സോ അതിന് ശേഷം നമ്മളെന്താണ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 4% ഇതിൻ്റെ പുറത്ത് നമ്മളെന്താണ് കാണും. ദെൻ ടോട്ടൽ ടാക്സായി. ദെൻ നമ്മളെന്തെങ്കിലും TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എമൗണ്ടിൽ നിന്ന് തന്നെ ടാക്സ് പിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ TDS എന്ന് പറയുന്നത്. അപ്പോൾ TDS ഉണ്ടെങ്കിൽ അതുപോലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന സാധനം. സോ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് കണക്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ധാരണ കിട്ടും. ഓക്കെ.